ഇനി നമുക്ക് പൊതിച്ചോറാക്കണം. DYFIക്കാർ വരും കൊണ്ടുപോകാൻ. മക്കൾ വന്നിട്ട് കൊണ്ടുപോകും. നമ്മൾ ഇതാക്കി കൊടുത്താൽ അവർ വരും. അപ്പോൾ 2-3 ഇലയിലാക്കിയിട്ട് കൊടുക്കാം. നമുക്ക് ഏതായാലും ഈ 3 ഇല ഞാൻ വാട്ടിയിട്ട് പൊതിയാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. എപ്പോഴും വരും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ആക്കിയിട്ട് കൊടുക്കും. എല്ലാ വീടുകളിലും പോയിട്ട് അവർ DYFI മക്കൾ വരും എടുക്കാൻ. നന്മയല്ലേ. ആശുപത്രിയിലെല്ലാം കൂട്ടിരിക്കുന്നവർക്കെല്ലാം വലിയൊരു കാര്യമല്ലേ ഇത്. ഒരു പൊതിച്ചോറ് കിട്ടിയാൽ എല്ലായിടത്തും ഉണ്ടല്ലോ ഇത്. അപ്പോൾ നമ്മളും ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കലുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരം അവർക്കും കൂടെ കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട ഇല്ലല്ലോ. നമുക്ക് നമ്മൾ കഴിക്കുന്നത് കൊടുക്കാം. എന്താക്കിയിട്ട് പൊതിയാക്കാൻ എല്ലാം എടുത്ത് വെക്കട്ടെ. നമ്മളെ ഇലയെല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ചോറ് വിളമ്പിയിട്ട് കാണിക്കാം. നമ്മളെ പൊതിച്ചോറിന് എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. ഇത്രയും കറിയില്ല. ഇതാ പുളിശ്ശേരി, പയറ് തോരൻ, അച്ചാർ. മീനോ മുട്ടയോ അങ്ങനത്തെ ഒന്നും എല്ലാവരും കഴിക്കൂലല്ലോ. അതിപ്പോൾ നമുക്ക് അങ്ങനെ ധൈര്യത്തിൽ വെക്കാൻ കഴിയില്ലല്ലോ. 3 എണ്ണത്തിലാക്കിയിട്ടുണ്ട്. ഇത്രയും നമുക്കാവുമല്ലോ. ആരും ഇല്ലല്ലോ. മക്കളെല്ലാം പോകേണ്ട തിരക്കല്ലേ. ഞാൻ തന്നെ ആക്കിയതാ. പാക്കറ്റ് ആക്കിയിട്ട് വെക്കട്ടെ. അവർ ഇപ്പോൾ വരുന്നറിയില്ലല്ലോ. അന്നേരം എടുത്ത് കൊടുത്താൽ മതിയല്ലോ. നമ്മൾ പൂത്താലിയെല്ലാം ഇതാ വിരിയാൻ പോകുന്നു. ഇതായി മേലെ കാണുന്നത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ വിരിഞ്ഞ പൂത്താലി ഞാൻ ഉണ്ടാക്കിയതാണ്. വെള്ളാമ്പൽ വേണ്ട, മറ്റെല്ലാം വിരിയാൻ പോകുന്നത്രേ. പൊതിച്ചോറെല്ലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർ വരുമ്പോൾ എടുത്ത് കൊടുക്കുകയോ വേണ്ട. പറ്റിയെങ്കിൽ അവരെയും കൂടെ ഒന്ന് കാണിക്കയിൽ. പുറത്തുനിന്ന് ഒരാളെന്നെ വിളിക്കുന്നുണ്ടേ. കാണിച്ചു തരാം. കാക്ക വന്നില്ല. അതിൻ്റെ മേലെ തന്നെ നിൽക്കുന്നുണ്ട്. പൂച്ചയില്ലതുകൊണ്ട് വരുന്നില്ല. എപ്പോഴും വരും. വയറ് നിറക്കാൻ എന്തെങ്കിലും കൊടുക്കണം. ഞാനെ കണ്ടിട്ട് അങ്ങ് വിളിക്കും. പറ്റിയില്ല കാണിച്ചു തരാൻ. വന്നവരെ ഞാൻ കാണിച്ചു തരാം. മേലെയുണ്ട്. അടുത്ത് തന്നെ ഇരിക്കുന്നത്. പൂച്ചേനെ കണ്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ. കാക്കയ്ക്ക് കൊടുത്തത് പോയിട്ട് തിന്നലായി. വേറെ കൊണ്ട് ഇട്ടിട്ട് അത് കൊണ്ടുപോയിക്കോളും.